നിങ്ങൾ തൊട്ട് മുമ്പ് കണ്ട ആ ഒരു ട്രാൻസിഷൻ അത് ചെയ്യാനായിട്ട് നമുക്ക് ഡാവിഞ്ചി റിസോൾവിൽ വളരെ എളുപ്പത്തിൽ പറ്റും. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു വീഡിയോ എടുത്തിട്ടിട്ടുണ്ട്. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്, അവിടെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇതൊരു പോർട്രേറ്റ് വെർട്ടിക്കൽ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ തിരിച്ചാണ് ഇത് കിടക്കുന്നത്, റെസൊല്യൂഷൻ കിടക്കുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റെസൊല്യൂഷൻ ആദ്യം ചേഞ്ച് ചെയ്യണം. അതിനായിട്ട് ഇവിടെ സെറ്റിങ്സ് ഈ താഴെ കാണാം, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ വരും. അതിൽ ഇവിടെ നിങ്ങൾക്ക് ടൈം ലൈൻ റെസൊല്യൂഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൻ്റെ താഴെയായിട്ട് ഇവിടെ യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ, പഴയ വെർഷനാണ്, ഒരുപാട് പഴയ വെർഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഈ ഒരു ഓപ്ഷന് പകരം ഇതിനെ ഒന്നും ചെയ്യേണ്ട, ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഈ വാല്യൂ കൊടുത്താൽ മതി. ഇപ്പോഴത്തേലും ഇങ്ങനെ ഒരു ടിക്ക് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഉണ്ട്. ഫ്രീ വെർഷനാണ്, നിങ്ങൾ പഴയ വെർഷൻ ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. പക്ഷേ ചില കമ്പ്യൂട്ടറുകളിൽ പഴയ വെർഷൻസ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഫ്രീ ആയിട്ട് ഓടും. അതുകൊണ്ട് ചിലപ്പം ചില ആൾക്കാർ അങ്ങനെ ഉപയോഗിക്കുന്നവരും ഉണ്ട്. ഫ്രീ വെർഷൻ മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക, അത് ലേറ്റസ്റ്റ് വെർഷൻ കിട്ടും അതിൻ്റെ. അപ്പോൾ യൂസ് വെർട്ടിക്കൽ റെസൊല്യൂഷൻ എന്നുള്ളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഈ ഒരു റെസൊല്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഉൾട്ടയായി കണ്ടല്ലോ. ഈ ഒരു ഓപ്ഷൻ ഇല്ലാത്തവർ ഇതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാൽ മതി. എന്നിട്ട് ഓക്കെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് തന്നെ വിൻഡോ ഇങ്ങോട്ട് കുറച്ച് സൈഡിലോട്ട് വന്നിട്ടുണ്ട്. നമ്മളത് സൂം ഔട്ട് ചെയ്ത് നോക്കുമ്പോൾ ഓക്കെ, ആ ഒരു റെസൊല്യൂഷൻ മാറി, ഇപ്പോൾ തിരിച്ചായി, പോർട്രേറ്റ് മോഡിലോട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. ഓക്കെ, വീഡിയോയും പോർട്രേറ്റ് വീഡിയോ ആണ്. ഓക്കെ, കൺവേർട്ട് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഓൾറെഡി ഞാൻ ഇന്നും ഔട്ടും സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇന്നും ഔട്ടും ഓൾറെഡി ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ വലിച്ച് ടൈം ലൈനിലോട്ട് ഇടാൻ പോവാണ്. നേരത്തെ കണ്ട ട്രാൻസിഷനിൽ ശിവന്റെ ഈ ഒരു പ്രതിമ ഉണ്ടല്ലോ, അതായത് സ്റ്റാച്ചു, ഈ സ്റ്റാച്ചു വന്ന് ഇതിലേക്ക് വീഴുന്ന രീതിയിലാണ് നമ്മൾ എഫക്റ്റ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം നമുക്ക് ഈ ശിവനെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒന്നുമില്ലാത്തൊരു ഫ്രെയിം ആദ്യം ഉണ്ടാക്കിയെടുക്കുക. അതിനുശേഷം വേണം നമുക്ക് ശിവനെ ഇതിലോട്ട് കൊണ്ടുവരാനായിട്ട്. അതുകൊണ്ട് ശിവനെയും കട്ട് ചെയ്തെടുക്കണം, ഈ ബാക്ക്ഗ്രൗണ്ടും നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പൊ രണ്ട് പണിയാണ് നമുക്കുള്ളത്. അപ്പൊ അതിനായിട്ട് ആദ്യം തന്നെ ഈ വീഡിയോയുടെ തുടക്കത്തിലാണ് നമ്മൾ ഈ എഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തുടക്കത്തിലുള്ള ഫ്രെയിമിൽ കൊണ്ടുവച്ചിട്ട് നമ്മളിവിടെ ഫയൽ എടുക്കുക. ഫയൽ എടുത്തിട്ട് ഇവിടെ എക്സ്പോർട്ട് ഉണ്ട്, ആ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കറണ്ട് ഫ്രെയിം ആ സ്റ്റിൽ എന്നുള്ള ഈ ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ഉടനെ ഇങ്ങനെ ഒരു വിൻഡോ വരും. ഞാൻ ഓൾറെഡി ഇവിടെ സേവ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്കിവിടെ 0101 ചുമ്മാ കൊടുത്ത് സേവ് ചെയ്യാം. എന്നിട്ട് എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ആ ഒരു ഫ്രെയിം നമ്മൾ ഇമേജ് ആക്കി സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ChatGPTയിലോട്ട് വരിക. അതിലൂടെ ക്രോം ബ്രൗസറിൽ ഞാനിവിടെ ChatGPT ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ വന്നാൽ ഇല്ല, നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഷോപ്പ് AI ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ തന്നെ ഇത് ചെയ്യാൻ കേട്ടോ. അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇല്ലാത്ത ആൾക്ക് വേണ്ടിയാണ് ഈ ഒരു ChatGPT. അതിനകത്ത് ഞാനിവിടെ ഒരു പ്രോംപ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോംപ്റ്റ് എൻ്റെ ഇമേജിനനുസരിച്ചിട്ടാണ്. നിങ്ങൾക്കുള്ള ഇമേജ് എങ്ങനെയാണോ അതുപോലെ നിങ്ങൾ പ്രോംപ്റ്റ് തയ്യാറാക്കുക. ഞാൻ ഇവിടുന്ന് കോപ്പി എടുക്കുന്നു, എന്നിട്ട് അത് വന്ന് ChatGPTയിലൂടെ പേസ്റ്റ് ചെയ്യുന്നു. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, അതെവിടെയാണ് നോക്കാം. ദേ കിടക്കുന്നു നമ്മുടെ ഇമേജ്. അതിനെ വലിച്ചുകൊണ്ട് വന്ന് ഇവിടെ ChatGPTയിൽ അങ്ങ് വിട്ടു കൊടുക്കുക. അപ്പോൾ ഇവിടെ അപ്ലോഡ് ആവും, കണ്ടല്ലോ. ഓക്കെ, അപ്ലോഡ് ആയി കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് സെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ റിസൾട്ട് കിട്ടുമെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഈ ഒരു ശിവന്റെ സ്റ്റാച്ചു ഇവിടുന്ന് റിമൂവ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് ഫില്ല് ചെയ്തെടുക്കുക. സ്റ്റാച്ചു ഇല്ലാത്ത രീതിയിലാക്കി ഈ ഒരു ഫ്രെയിം നമുക്ക് വേണം. അങ്ങനെ കിട്ടുമെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു പണിയുണ്ട്. ഈ ശിവനെ ഇങ്ങനെ വെട്ടി ഇങ്ങനെ എടുക്കണം ഇവിടെ നിന്ന്. അത് മാത്രമായിട്ട് നമുക്കൊരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് വന്ന് വീഴുന്ന എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ ലോഡിങ് ആവുന്നുണ്ട്, നോക്കാം എങ്ങനെയാണ് വരുന്നത് നോക്കാം കേട്ടോ. ശിവനെ പതുക്കെ റിമൂവ് ചെയ്തിട്ടുണ്ടേ. അതാ ശിവൻ ഫുള്ള് പോയി. പക്ഷെ ഇതിലൊരു സംഭവം നടന്നു. ഇമേജ് കുറച്ചൊന്ന് ക്രോപ്പ് ചെയ്തു കേട്ടോ. അതായത് നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇത്രയും ഭാഗം വെച്ച് ഇതിനെ അങ്ങ് ക്രോപ്പ് ചെയ്തെടുത്തു, കണ്ടല്ലോ. അങ്ങനെ ഒരു പ്രശ്നം ഇതിൽ നടന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് വിഷയമില്ല, നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമുക്കിപ്പോൾ ഈ ശിവൻ ഇരിക്കുന്ന അത്രയും ഭാഗമല്ലേ, ആ ഒരു ഭാഗം മാത്രമാണ് ക്ലീൻ ആവേണ്ടത്. നമുക്കതിവിടെ ക്ലീനായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് വേണ്ടതും അതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഈ ഒരു ഇമേജ് ആദ്യം ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇവിടെ നിന്ന് സേവ് ചെയ്യാം. ഇമേജ് സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് നേരെ ഫോട്ടോഷോപ്പിലോട്ട് വരിക. ഫോട്ടോഷോപ്പിൽ വന്നിട്ട് നമ്മുടെ ആ രണ്ട് ഇമേജും നമ്മൾ വലിച്ചെന്നിടുക. അതായത് നമ്മുടെ ആ ശിവനുള്ള ഫ്രെയിമും നമ്മളിപ്പോൾ റിമൂവ് ചെയ്ത ഫ്രെയിം ഇവിടെ കാണും. 2 എന്നും പറഞ്ഞ് സേവ് ചെയ്ത് ഇവിടെ കിടപ്പുണ്ട്. അത് രണ്ട് വലിച്ചുകൊണ്ട് വന്ന് നമ്മൾ ഫോട്ടോഷോപ്പിൽ ഇടുകയാണ്.
ഓക്കെ, 2 ഇമേജും കൊണ്ടുവന്നു. എന്നിട്ട് ഇതാണ് നമ്മൾ റിമൂവ് ചെയ്തെടുത്ത ആ ഒരു ഇമേജ്. അതിനെ വലിച്ചുകൊണ്ട് വന്ന് ഈ ഒരു ഒറിജിനൽ ഇമേജിൻ്റെ മുകളിലോട്ട് ഇടുകയാണ്. ഇട്ടിട്ട് നിങ്ങളിവിടെ അലൈൻ ചെയ്ത് വെക്കുക. അതൊരു ചെറിയൊരു പണിയാണ് കേട്ടോ. അതായത് ഒന്ന് ഒപ്പാസിറ്റി ഒന്ന് ശകലം ഒന്ന് കുറയ്ക്കുക ഇവിടെ. എന്നിട്ട് നിങ്ങൾ പതുക്കെ ഇതിനെ അലൈൻ ചെയ്യുക. ഏതെങ്കിലും ഒരു ലെവൽ കാണുമല്ലോ ഇതിനകത്ത്. ഈ വഴി നമുക്ക് അലൈൻ ചെയ്ത് നോക്കാം, കിട്ടുമോ എന്ന് നോക്കാം. കുറച്ചുകൂടി ഇങ്ങനെ വലുതാക്കി വെക്കണം. നോക്കട്ടെ. യെസ്, ഞാൻ ഇതിനോട് ചേർത്ത് വെച്ചു. ഇപ്പം കറക്റ്റ് കേട്ടോ. അവരിങ്ങനെയാണ് ക്രോപ്പ് ചെയ്തത്. അതായത് ഇതിന്റെ തലയും വാലുമാണ് കട്ട് ചെയ്തത്, അല്ല സൈഡ് ക്രോപ്പ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പം നമുക്ക് വലിച്ച് സൈഡിലോട്ട് വെച്ച് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. കണ്ടോ കണ്ടോ, സെന്ററിൽ വെച്ചപ്പോൾ എല്ലാം കറക്റ്റായി. ഇനി ഓപ്പോസിറ്റ് ഒന്ന് കൂട്ടാം. കണ്ടോ, അപ്പൊ ശിവൻ അവിടെ ഇല്ല, ഇപ്പോൾ ശിവനോടെ ഉണ്ട്. കണ്ടല്ലോ. നമുക്കിനി ശിവലിംഗത്തിന്റെ ഈ ഒരു ഭാഗം മാത്രം മായ്ച്ചെടുത്താൽ മതി. അതിനായിട്ട് ഈ വലിച്ചിട്ട ഇമേജിൽ നമ്മളൊരു മാസ്ക് ഇടുവാണ്. നമ്മളൊന്ന് ആൾട്ട് ഞെക്കി പിടിച്ച് മാസ്ക് ഇടുവാണ്. അപ്പോൾ ആ ഒരു ഇത് ബ്ലാക്ക് മാസ്ക് വീഴും. ഇനി നമ്മൾ ബ്രഷ് എടുക്കുന്നു. ഈ ഇമേജ് ഒന്ന് സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ ബ്രഷ് ഒന്ന് ചെറുതാക്കുവാണ്. ചെറുതാക്കിയിട്ട് ഇവിടെ സോഫ്റ്റ് റൗണ്ട് ബ്രഷ് തന്നെ എടുക്കുക. ഒപ്പാസിറ്റിയും ഫ്ലോ ഒക്കെ ഫുള്ള് കിടക്കട്ടെ. എന്നിട്ട് പതുക്കെ നമ്മൾ ഇതിനെ മായ്ച്ചെടുക്കാൻ നോക്കുവാണ്. നോക്കട്ടെ, കണ്ടോ, ഇങ്ങനെ മായ്ക്കുമ്പോൾ അത് തെളിഞ്ഞെളിഞ്ഞ് വരും. ഞാനിത് ഫുള്ളൊന്ന് ക്ലിയർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പം ഞാൻ ഫുള്ള് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ ഇരുന്ന ശിവലിംഗം നമ്മൾ ഇങ്ങനെ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമുക്കിപ്പോൾ ശിവനില്ലാത്ത ഒരു ഫ്രെയിം കിട്ടി ആദ്യത്തെ ഫ്രെയിമിന്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മുടെ ഈ ശിവലിംഗം മാത്രമായിട്ട് നമുക്ക് വേണം. ഈ ബാക്ക്ഗ്രൗണ്ട് ഒന്നും നമുക്ക് വേണ്ട, ശിവലിംഗം മാത്രമായിട്ട്. ആദ്യം നമുക്ക് ഇതൊന്ന് സേവ് ചെയ്തിടാം. ഇതൊന്ന് സേവ് ചെയ്യാണ് ഞാൻ. ഇവിടെ സേവ് ആസ് കൊടുക്കുന്നു. JPG സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് അറിയാൻ വേണ്ടി നമുക്കൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ എല്ലാം കൂടി മിക്സ് ആയി പോകും. ശിവ എന്നൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അതിൽ 01 എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇമേജ് നമ്മൾ സേവ് ചെയ്യുകയാണ്. ഓക്കെ, അത് സേവ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ, ഇതിനെ അങ്ങ് ഹൈഡ് ചെയ്തിട്ട് ശിവനെ മാത്രം ഒന്ന് വെട്ടിയെടുക്കാനായിട്ട് പോവാണ്. അതിനായിട്ട് നമുക്കിവിടെ പെട്ടെന്നൊരു വേണമെങ്കിൽ നമുക്ക് പെൻ ടൂൾ ഉപയോഗിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ക്വിക്ക് സെലക്ഷൻ ടൂളിലൊന്ന് ക്ലിക്ക് ചെയ്താൽ ഇവിടെ ഒബ്ജക്റ്റ് സെലക്ഷൻ ടൂൾ ഉണ്ട്. അതൊന്ന് എടുക്കുക. അതൊന്ന് എടുത്തിട്ട് ഈ ശിവന്റെ ചുറ്റും നമ്മൾ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. ശിവന്റെ ചുറ്റും ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ചിട്ട് ഈ ഒരു കൈ അങ്ങ് വിട്ടു കൊടുക്കുക. അപ്പോൾ കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പം അതിനിടയ്ക്ക് ഫുൾ ആ ശിവനെ അങ്ങ് സെലക്ട് ചെയ്തു. ഇനി നമ്മൾ ഇതും മാസ്ക് ചെയ്യാൻ പോവാണ്. മാസ്ക് ചെയ്യുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇതിലും കുറച്ച് സ്ഥലമൊക്കെ ഇവിടെ സൂം ചെയ്താൽ കാണാം. ഈ ചന്ദ്രക്കല മാറിപ്പോയിട്ടുണ്ട്, അങ്ങനെ കുറേ സാധനങ്ങളൊന്നും സെലക്ട് ആയിട്ടില്ല. അപ്പം അതൊക്കെ നമുക്ക് കുറേശ്ശെ സെലക്ട് ചെയ്തെടുക്കണമെങ്കിൽ നമ്മൾ മാസ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നും അത് മാറ്റിയെടുക്കാം. അല്ലാതെ കൺട്രോൾ J അടിച്ച് ഇതിൻ്റെ ഒരു ഫയൽ എടുക്കരുത്. ഓക്കെ, ഇനി മാസ്കിൽ ക്ലിക്ക് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് എല്ലാം റിമൂവ് ആയി പോയിട്ടുണ്ട്. ഇനി നമ്മൾ പതുക്കെ സൂം ചെയ്ത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ B എടുക്കണം. ഇവിടെ ബ്രഷ് B ഞെക്കി ബ്രഷ് എടുക്കുക, അല്ലെങ്കിൽ അവിടെ നിന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ ഇത് സൂം ഔട്ട് ചെയ്ത് ചെറുതാക്കി വെക്കുക. ഇത് പതുക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ഇവിടെ കളർ വൈറ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക കേട്ടോ. എന്നിട്ട് പതുക്കെ ഇങ്ങനെ വരച്ചു കൊടുക്കുക. ബാക്കിയൊക്കെ വന്നോട്ടെ, അത് നമുക്ക് റിമൂവ് ചെയ്യാം. ആദ്യം ആ ചന്ദ്രക്കല മൊത്തം അങ്ങ് വരച്ചെടുക്കുക. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ ഈ ഹാർഡ് റൗണ്ട് ബ്രഷ് ആക്കുക. ബ്രഷിൻ്റെ ഇവിടെ വന്ന് നിൽക്കിയിട്ട് ഹാർഡ് റൗണ്ട് ആക്കുക. സോറി. ഓക്കെ, എന്നിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്ത് വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുക. ഇവിടെ കളർ മാറ്റുക. ഫോർഗ്രൗണ്ട് കളർ നമ്മൾ ബ്ലാക്ക് ആക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പതുക്കെ ഇങ്ങനെ മാറ്റിയെടുക്കുക. ഗൈസ്, നമ്മൾ ഫുള്ള് ബാക്ക്ഗ്രൗണ്ട് ഒക്കെ റിമൂവ് ചെയ്തൊന്ന് കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് ഇതിനെ. ഓക്കെ, ഇനി നമ്മൾ ഇത് JPG ആയിട്ടൊന്ന് സേവ് ചെയ്യാണ്. അതായത് ബാക്ക്ഗ്രൗണ്ട് വേണ്ട നമുക്ക്. അതുകൊണ്ട് Ctrl+Shift+S പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ നിന്ന് സേവ് കോപ്പിയിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ PNG ഫോർമാറ്റ് ഉണ്ടാവും. ആ PNG ഫോർമാറ്റ് എടുത്തിട്ട് ഇവിടെ ശിവ എന്ന് പറഞ്ഞ ഫോൾഡറിൽ നമ്മൾ 02 എന്ന് കൊടുത്തിട്ട് സേവ് കൊടുക്കുന്നു. ഓക്കെ, അത് സേവായി.
ഇനി നമ്മൾ വീണ്ടും ഡാവിഞ്ചി റിസോൾവിലോട്ട് തിരിച്ചു വരിക. തിരിച്ചു വന്നതിന് ശേഷം 2 ഇമേജ് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 2 ഇമേജും നമ്മൾ ഡാവിഞ്ചി റിസോൾവിലോട്ട് ഇമ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇതാ ഇവിടെ 2 ഇമേജും നമ്മൾ വലിച്ചിവിടെ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കുറച്ച് ഇങ്ങോട്ട് നീക്കി വെക്കുകയാണ്. നീക്കി വെച്ച ശേഷം നമ്മൾ ഈ 2 ക്ലിപ്പും ഇങ്ങോട്ട് കൊണ്ടുവരണം. അതിനായിട്ട് ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഭാഗം മതി. ഇതിൻ്റെ കുറച്ച് ഭാഗം ഇങ്ങനെ ഓടിക്കുന്നു. ഈ ഒരു ബാർ, അതായത് ഈ ഒരു പ്ലേ ബാർ ഉണ്ടല്ലോ ഇങ്ങനെ കിടന്ന് ഓടുന്ന, ഇത് കുറച്ച് ഓടിച്ചിട്ട് ഇവിടെ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണ്. അതായത് ഔട്ട് ക്ലിക്ക് ചെയ്തു. എന്നിട്ട് അതിനെ വലിച്ചുകൊണ്ട് വരുന്നു. ഇവിടെ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് പ്ലേസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇത് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. കുറച്ച് ഭാഗം ഇങ്ങനെ ഓടിക്കുന്നു. പ്രസ് ചെയ്യുന്നു. ശകല ഭാഗം മതി നമുക്ക്. അതും എടുക്കുന്നു. ഈ വീഡിയോയുടെ മുകളിൽ കൊണ്ടുവയ്ക്കുന്നു. ഇനി ഞാൻ ഇവിടെ സൂം ചെയ്ത് കാണിച്ചു തരാം. കുറച്ചൊന്ന് താക്കട്ടെ. ഓഡിയോ ഇപ്പം നമുക്ക് ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് താത്ത് വയ്ക്കാം. എന്നിട്ട് ഈ വീഡിയോ, ഈ 2 ക്ലിപ്പുകളും ഒരേ ലെവലിലാക്കുക. ഓക്കെ, ഞാനൊരു കുറച്ച് ഫ്രെയിം മുന്നോട്ട് ഇങ്ങനെ നീക്കി വെച്ചു. ഇനി ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടല്ലോ, നമുക്കിനി വേണ്ടത് എന്താണ്? ഈ വീഡിയോ പ്ലേ ആവുന്ന ടൈമിൽ ഈ ശിവന്റെ ഈ സ്റ്റാച്ചു മുകളിൽ നിന്നും താഴോട്ട് വന്ന് ഈ ഒരു സ്ഥലത്ത് വന്ന് വീഴുന്ന ഒരു സെറ്റപ്പാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഇവിടെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ ചെയ്ത് വെച്ചിരിക്കുന്നത്? ശിവന്റെ പ്രതിമ ഇല്ലാത്ത ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ശിവനെ മാത്രം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ശിവന്റെ പ്രതിമ ഇങ്ങനെ ഒന്ന് വീഴുന്നത് ചെയ്യാൻ ഭയങ്കര സിമ്പിളാണ്. നമുക്ക് നോക്കാം. അതിനായിട്ട് ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ അവിടെ കൊണ്ടുവന്ന് വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ശിവന്റെ ഈ സ്റ്റാച്ചു ഉണ്ടല്ലോ, അത് മാത്രമുള്ള ഇമേജ് ക്ലിക്ക് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഇവിടെ ഈ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ട്രാൻസ്ഫോം എന്നൊരു ഓപ്ഷൻ കാണും. അതിൽ ഈ മുകളിൽ കാണുന്ന കീ ഉണ്ടല്ലോ, ഈ ഒരു കീയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് മൊത്തവും ഓറഞ്ച് കളറിലാവും. കണ്ടല്ലോ, അപ്പോൾ ഇവിടെ മൊത്തം ഒരു കീ വീണു. അതായത് ഇപ്പോൾ ഈ ഒരു ഇമേജ് ഇരിക്കുന്ന അതേ പൊസിഷൻ തന്നെ ഇവിടെ ഇരിക്കണം എന്നുള്ളതാണ് അതിനർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ഇത് പതുക്കെ മുന്നോട്ട് ഇങ്ങനെ നീക്കിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് ഏറ്റവും ഫ്രണ്ടിൽ കൊണ്ട് വെച്ചതിന് ശേഷം വീണ്ടും അവിടെ വരുമ്പോൾ ഇവിടെ എല്ലാം പ്ലെയിൻ ആയിട്ട് കിടക്കുവാണ്. ഒരു കീയും കൊടുത്തിട്ടില്ല. ഞാൻ വീണ്ടും ഈ മുകളിൽ കാണുന്ന കീ ഞെക്കുവാണ്. കീ ഞെക്കുമ്പോൾ ഓറഞ്ചായി. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത്, ഈ ഒരു ബാർ മാറരുത്. ഇനി നമ്മൾ ഈ വൈ എന്ന് പറഞ്ഞ് പൊസിഷൻ എന്നിരിക്കുന്നുണ്ടോ, അതിൻ്റെ നേരെയുള്ള ഈ വൈ, എക്സും വൈയും ഉണ്ടാവും. അതിൽ വൈയിൽ പിടിച്ച് വലതോട്ട് ഇങ്ങനെ നീക്കുമ്പോൾ മുകളിലോട്ടും താഴോട്ട് നീക്കിയാൽ ഇങ്ങനെ താഴോട്ടും പോകും. അതായത് ലെഫ്റ്റിലോട്ട് നീക്കിയാൽ താഴോട്ടും വരും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ മുകളിലോട്ട് പൊങ്ങാൻ വേണ്ടി വലതോട്ട് ഇങ്ങനെ അളവ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ നമ്പർ കൂടുന്നതനുസരിച്ച് ശിവന്റെ സ്റ്റാച്ചു പൊങ്ങി പൊങ്ങി പോകുന്നുണ്ടോ, ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഈ ഒരു ഫ്രെയിമിൽ നിന്നും, അതായത് നമ്മുടെ ഈ ഒരു ഫ്രെയിമിൽ നിന്നും പുറത്ത് പോയി കഴിഞ്ഞാൽ അപ്പോഴേ സ്റ്റോപ്പ് ചെയ്യുക. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി നമ്മളിത് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ നടക്കാൻ പോകുന്നത്? ഇപ്പം നമ്മളിവിടെ ഒരു കീ ആഡ് ചെയ്തു. ഈ കീയിൽ നമ്മൾ ഈ ഒരു ശിവന്റെ പ്രതിമ ഇവിടെയാണ്, ഇതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ പുറത്താണ് പൊസിഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ പക്ഷേ ഈ എൻഡിൽ നമ്മൾ ശിവന്റെ പ്രതിമ ഇവിടെ വരുന്ന കണക്കും പൊസിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളിവിടുന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ പതുക്കെ ശിവൻ അവിടെ നിന്ന് ഇറങ്ങി 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 ഈ ടൈം ആവുമ്പോൾ ഇവിടെ വന്ന് പ്ലേസ് ആവും. ഇങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഞാൻ പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ടോ, ഇങ്ങനെയാണ് നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മൂമെന്റ് നമുക്ക് കിട്ടി. ഇനി ഇത് വന്ന് ഇവിടെ ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ, ഇവിടെയാണ് ടച്ച് ചെയ്യുന്നത്, ഇവിടെ ടച്ച് ചെയ്യും. ഈ ടച്ച് ചെയ്യുന്ന പോയിന്റിൽ എത്തുമ്പോൾ ഒരു സൗണ്ട് എഫക്റ്റ് നമ്മൾ കൊടുക്കണം. അതുകൂടെ കൊടുത്തിട്ട് ബാക്കി നമുക്ക് എന്തെങ്കിലും ഇവിടെ ചെയ്യാനുണ്ടെങ്കിൽ ചെയ്യാം. അതിനായിട്ട് ഇവിടെ ഞാൻ കുറച്ച്, നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, കുറേ ഫോൾഡർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൽ സിനിമാറ്റിക് ഉണ്ട്, ഡ്രോപ്പ് ഉണ്ട്, ട്രാൻസിഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് ഏത് എഫക്റ്റാണോ വേണ്ടത് അതെടുക്കാൻ വേണ്ടിയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഇവിടെ ട്രാൻസിഷനുള്ള മറ്റേ വുഷ് എഫക്റ്റ് എന്ന് പറയും. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. കണ്ട, ഇങ്ങനത്തെ എഫക്റ്റാണ് അതിൽ. നമുക്കിപ്പോൾ വേണ്ടത് ഡ്രോപ്പാണ്. അപ്പോൾ ഈ ഡ്രോപ്പിൽ ഇവിടെ ഓൾറെഡി ഞാൻ ഒരെണ്ണം ചൂസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് അത് തന്നെ എടുക്കാം. ഞാൻ ഒന്ന് പ്ലേ ചെയ്ത് കാണിച്ചു തരാം. ഇത് ഇത്രയും എടുക്കുവാണ്. ഞാൻ ഇവിടെ പ്രസ് ചെയ്യുന്നു. ഇത്രയും ഭാഗം സെലക്ട് ചെയ്ത് വലിച്ചുകൊണ്ട് വരുവാണ്. വലിച്ചുകൊണ്ട് വന്ന് നമ്മുടെ ഓഡിയോയുടെ സെക്ഷനിൽ ഇവിടെ ഞാൻ ഇടുവാണ്. ഇട്ടു. ഇനി ഓഡിയോ പൊക്കി വയ്ക്കാം. ഇനി കുറച്ച് ഓഡിയോയുടെ പരിപാടിയാണ് കേട്ടോ. ഇനി നമ്മൾ പ്ലേ ചെയ്ത് നോക്കിയതിന് ശേഷം ഈ ഒരു ഓഡിയോ ക്ലിപ്പിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ചൊന്ന് അലൈൻമെൻറ്റ് ചെയ്യേണ്ടി വരും കേട്ടോ. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഈ ഓഡിയോയ്ക്ക് സൗണ്ടിൽ കുറവുണ്ട്.
നിങ്ങൾക്ക് കുറച്ച് കേൾക്കാൻ തോന്നുന്നു അറിയില്ല. ഞാൻ ഒന്നുകൂടെ ശകലം ഇതിൻ്റെ ഓളിയം കൂട്ടാണ്. ഓളിയം കൂട്ടാനായിട്ട് ഈ ഓഡിയോ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഇൻസ്പെക്ടറിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഓഡിയോ ഉണ്ടാവും. ഓഡിയോയിൽ ക്ലിക്ക് ചെയ്തിട്ട് വോളിയത്തിൽ ഇങ്ങനെ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുത്താൽ മതി. അല്ലാതെ സിമ്പിളായിട്ട് ഇവിടെ ഒരു ബാർ വരും. ഈ മൗസ് പോയിന്റ് ഇവിടെ കൊണ്ട് വയ്ക്കുമ്പോൾ ഒരു ബാർ വരും. അതിൽ പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയാലും ഓഡിയോ നമുക്ക് കൂട്ടാൻ പറ്റും കേട്ടോ. എങ്ങനെയാണോ ചെയ്യാം. മുമ്പേ സൗണ്ട് കേൾക്കുന്നുണ്ട്. അതായത് നമുക്ക് കുറച്ചുകൂടി ഇങ്ങോട്ട് വയ്ക്കാം. അതായത് വന്ന് പതിക്കുന്ന ടൈമിൽ ആ ഒരു സൗണ്ട് കേട്ടാൽ മതി. കുറച്ചുകൂടി ഇങ്ങോട്ട് പോകണം കേട്ടോ. കുറച്ചുകൂടി ഞാൻ ഇങ്ങോട്ട് നീക്കുവാണ്. ഉണ്ടോ? ഓക്കെ, സ്മൂത്ത് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനെ കുറച്ചൊന്ന് ഇതിൻ്റെ ഈ ഓഡിയോ ഒന്ന് ലാസ്റ്റ് എത്തുമ്പോൾ ഇത് ഓഡിയോ അങ്ങ് അണഞ്ഞണഞ്ഞ് പോകണം. ഫെയ്ഡായി പോകാനായിട്ട് ഈ അറ്റത്ത് വന്നു കഴിഞ്ഞാൽ ഒരു പോയിന്റ് ആണോ അത് പിടിച്ച് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഓഡിയോ ഇനി ഫെയ്ഡായി അങ്ങൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് ആയിക്കോളും. ഓക്കെ, അപ്പം അതുവരെ നമ്മൾ സെറ്റ് ചെയ്തു. വന്ന് വീഴുന്ന ആ ഒരു എഫക്റ്റോടെ ആയി. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കാണാം, ഒരു ഒബ്ജക്റ്റ് മുകളിൽ നിന്നും താഴോട്ട് വരുവാണ്. സ്വാഭാവികമായിട്ടും വരുന്ന സമയത്ത് ഇവിടെ ഒരു ഷാഡോയും ഇല്ല, അത് ഓൾറെഡി അങ്ങനെയാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ നോക്കിയോ, താഴെ വന്നതിന് ശേഷം ഇവിടെ ഷാഡോ ഒന്നും കാണാനില്ല, കാരണം വെയിൽ ഈവനായിട്ട് വീഴുന്നുണ്ട്. ഇപ്പോൾ എന്നാലും ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഇങ്ങനെ വന്ന് വീഴുന്ന സമയത്ത് ഇവിടെ ചെറിയൊരു ഷാഡോ ഈ അടിയിലെങ്കിലും ഒന്ന് കാണിക്കണം. തൊട്ടടുത്ത് ഗ്രൗണ്ടുമായിട്ട് ടച്ച് ആവുമ്പോഴെങ്കിലും ചെറിയൊരു ഷാഡോ ഇവിടെ കാണിക്കണം. കുറച്ച് മുകളിൽ നിൽക്കുമ്പോൾ കുഴപ്പമില്ല, എന്നാൽ ഈ ഒരു ലെവലിലെങ്കിലും വരുമ്പോൾ ചെറിയൊരു ഷാഡോ ഇവിടെ കൊടുത്തില്ലെങ്കിൽ ഒരു ഒട്ടും ഒറിജിനാലിറ്റി നമുക്ക് തോന്നില്ല. അപ്പം നമുക്കത് എങ്ങനെ ചെയ്യാം? സിമ്പിളായിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഫോട്ടോഷോപ്പിൽ ഒരു ഷാഡോ ചെയ്ത് ഇതിനകത്തോട്ട് കൊണ്ടുവരാം. അതെങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫോട്ടോഷോപ്പിൽ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇമേജിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇവിടെ ഒരു ഷാഡോ ചെയ്താൽ മതി. അപ്പം നമുക്ക് കുറച്ചുകൂടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ റെക്റ്റാങ്കുലർ മാർക്ക് ടൂളിൻ്റെ തൊട്ട് താഴെ എലിപ്റ്റിക്കൽ മാർക്ക് ടൂൾ കാണും. അതെടുക്കുക. റൗണ്ട് ടൂൾ അതെടുത്തിട്ട് ഇങ്ങനെ ഒരെണ്ണം വരയ്ക്കാം. അതിൻ്റെ താഴെയായിട്ട് ഇങ്ങനെ ഒരു ഇതങ്ങ് ചുമ്മാ അങ്ങ് വരച്ചാൽ മതി. വരച്ചിട്ട് Ctrl+Shift+N പ്രസ് ചെയ്യുക. അപ്പോൾ പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അതിൽ പേര് വേണമെങ്കിൽ കൊടുത്താൽ മതി. ഞാൻ ചുമ്മാ ഷാഡോ എന്ന് കൊടുക്കുവാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി കേട്ടോ. ഓക്കെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ലെയർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ലെയർ വന്നിട്ടുണ്ട് നമ്മുടെ. അതിൽ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് കൊടുക്കുവാണ്. നമുക്ക് ഇവിടെ ബ്ലാക്ക് ഉണ്ട്. ഇനി ബക്കറ്റ് എടുത്താൽ മതി. G പ്രസ് ചെയ്യുക. അപ്പോൾ ഇവിടെ ബക്കറ്റ് വരും. എന്നിട്ട് ആ ബക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ ഇതിനകത്തൊന്ന് പ്രസ് ചെയ്യുക. ബ്ലാക്ക് അവിടെ വരും. എന്നിട്ട് Ctrl+D അടിക്കുമ്പോൾ ആ ഒരു സെലക്ഷൻ പോവും. എന്നിട്ട് മൂവ് ടൂൾ എടുക്കുന്നു. നമ്മളൊന്ന് അലൈൻ ചെയ്ത് വെക്കുന്നു കറക്റ്റിന്. ഇവിടെ അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ കൊണ്ടുപോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപാട് നീക്കേണ്ടി വരില്ല. മനസ്സിലായല്ലോ? അപ്പോൾ ഓക്കെ, ഇങ്ങനെ വെച്ചു. ഇനി ഇതിനെ നമുക്ക് ഇത്രയും ഷാർപ്പായിട്ടുള്ള ഇത് വേണ്ട, കുറച്ച് ബ്ലറാക്കണം. അതിനായിട്ട് ഫിൽറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബ്ലറിൽ ഗോഷൻ ബ്ലർ എടുക്കുക. ഗോഷൻ ബ്ലർ എടുക്കുന്നു. എന്നിട്ട് കുറച്ചൊന്ന് പതുക്കെ കൂട്ടി വയ്ക്കുന്നു. ചെറിയ ഷാഡോ മതി. നമുക്കിതിൻ്റെ ഓപ്പോസിറ്റ് വേണമെങ്കിൽ അവിടെ ചെന്നതിന് ശേഷം കുറയ്ക്കാം കേട്ടോ. അതുകൊണ്ട് ഇത് ഒരുപാട് നമ്മൾ കട്ട് ചെയ്യേണ്ട. വേണമെങ്കിൽ അവിടെ ചെന്നിട്ട് നമുക്ക് ഷാഡോ കട്ട് ചെയ്യാം. അപ്പം ഞാനിവിടെ ഒരു ചെറിയൊരു ഷാഡോ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും? ഈ ഒരു ശിവന്റെ പ്രതിമ ഉണ്ടല്ലോ, അതങ്ങ് ഹൈഡ് ചെയ്യാണ്. ഹൈഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഷാഡോ മാത്രം മതി. ഇങ്ങനെ അങ്ങ് സേവ് ചെയ്യണം. അപ്പം ഞാൻ ഇതിനെ Ctrl+Shift+S പ്രസ് ചെയ്യുന്നു. എന്നിട്ട് സേവ് കോപ്പി ഞെക്കുന്നു. അതിൽ ഇവിടെ താഴെ സേവ് ആസ് ടൈപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ PNG എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ശിവ എന്നുള്ളതിനകത്ത് വന്നിട്ട് നമ്മളിവിടെ ഷാഡോ എന്ന് ടൈപ്പ് ചെയ്യുന്നു. സേവ് ചെയ്യുന്നു. ഓക്കെ കൊടുക്കുന്നു. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും ഡാവിഞ്ചി റിസോൾവിലോട്ട് വരിക. വന്നതിന് ശേഷം ആ ഒരു ഷാഡോ നമ്മൾ ഇങ്ങോട്ട് വലിച്ചിടുവാണ്. ഈ വീഡിയോയുടെ സെക്ഷനിലോട്ട് വലിച്ചിടാം. ആ ഒരു ഇമേജ് നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ട് വലിച്ചിടുവാണ്. ഇവിടെ നമ്മുടെ ഷാഡോ വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഷാഡോ വലിച്ച് നമ്മൾ ഇതിൻ്റെ അടിയിലായിട്ട്, അതായത് ഈ നമ്മുടെ ശിവന്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ, ഇതിൻ്റെ അടിയിൽ വരുന്ന രീതിയിൽ വേണം അത് സെറ്റ് ചെയ്യാനായിട്ട്. കുറച്ച് ഇത് മുകളിലോട്ട് കൊണ്ടുപോവാണ്. അപ്പോൾ ഇവിടെ ഒരു ട്രാക്ക് ഉണ്ടാവും. ആ ട്രാക്കിലേക്ക് ഇതിനെ വലിച്ചുകൊണ്ട് വന്ന് വിടുക. എന്നിട്ട് ഇവിടെ നിന്ന് നമ്മൾ
ബ്ലേഡ് എടുക്കുന്നു, ഇതിനെ കട്ട് ചെയ്യുന്നു, എന്നിട്ട് ഇത് നമ്മളങ്ങ് റിമൂവ് ചെയ്ത് കളയാണ്. ഇനി ഷാഡോ ഇപ്പോൾ അതെ ഇതിൻ്റെ അടിയിലുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് ഈ പ്രതിമ വരുന്നതിൻ്റെ കൂടെ തന്നെ ഈ ഷാഡോയും കൂടി അറേഞ്ച് ചെയ്തെടുക്കണം. അതിനായിട്ട് എവിടെ എത്തുമ്പോഴാണ് ഷാഡോ വിസിബിൾ ആവേണ്ടതെന്ന് ആദ്യം ഒന്ന് കണ്ടുപിടിക്കുക. ഈ പ്രതിമ അത് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുമ്പോൾ മതി നമുക്കത് ഇങ്ങനെ മുകളിൽ നിന്ന് വരുമ്പോഴേ വേണ്ട, ഇത് ഈ ഒരു പൊസിഷൻ ഇറങ്ങി നിൽക്കട്ടെ. ഓക്കെ, ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ ചെറുതായിട്ട് ഇവിടെ ഷാഡോ വന്നു തുടങ്ങണം, അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ അത് ചെയ്യാനായിട്ട് ഈ ഷാഡോയിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ഈ പൊസിഷൻ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഇൻസ്പെക്ടറിൻ്റെ ഈ ഒരു സെക്ഷനിൽ വന്നാൽ ഇവിടെ ട്രാൻസ്ഫോം എന്നും ഇവിടെ അതിൻ്റെ താഴെയായിട്ട് ഇവിടെ ഒപ്പാസിറ്റി എന്നൊക്കെ കുറേ കാണാം. ഇതെല്ലാം നമുക്ക് ആവശ്യമുണ്ട്. അതിൽ ഈ ഒപ്പാസിറ്റിയിൽ ആദ്യം നമ്മൾ പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പോകണം, പൂജ്യമാക്കുവാണ്. പൂജ്യമാക്കുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ഇതിൻ്റെ ലൊക്കേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് ഈ ട്രാൻസ്ഫോമിൽ ഇവിടെ ഈ വൈ എന്ന് പറഞ്ഞ് കണ്ടോ, പൊസിഷൻ്റെ നേരെ ഇവിടെ വൈ, ഈ വൈയിൽ പിടിച്ചിങ്ങനെ നീക്കുമ്പോൾ ഇതിങ്ങനെ അങ്ങ് വന്നോളും, കണ്ടല്ലോ. ഇനി നമ്മൾ ഈ ഒരു സൈസും കൂടി ശകലം ഒന്ന് കൂട്ടുവാണ്. ശകലം കൂട്ടിയിട്ട് വീണ്ടും വൈ പിടിച്ച് നീക്കുന്നു, പൊസിഷൻ കറക്റ്റ് ചെയ്യുന്നു, കണ്ടല്ലോ. നമ്മളവിടെ വെച്ചു. ഇത്രയും വെച്ചിട്ട് നമ്മളിനി ഒപ്പാസിറ്റി 0 ആക്കുകയാണ്, ഫുള്ളും കട്ട് ചെയ്യുകയാണ്. കാരണം ഇനി അവിടെ നിന്ന് ഇനി താഴോട്ട് വരുംതോറും തെളിഞ്ഞെളിഞ്ഞ് വന്നാൽ മതി. അതുകൊണ്ട് ഇപ്പോൾ 0 ആക്കുകയാണ്. എന്നിട്ട് നേരെ ഇവിടെ ഒരു കീ ഉണ്ടോ, ഈ ഒരു കീ അങ്ങ് ഓൺ ചെയ്യുക. അതുപോലെ തന്നെ ഈ ട്രാൻസ്ഫോം എന്ന് പറയുന്നതിൻ്റെ എല്ലാ കീയും ഓൺ ചെയ്യുക. കാരണം നമ്മളിവിടെ 2 ചെയ്തിട്ടുണ്ട്, അതിൻ്റെയും കീ ഓൺ ചെയ്തു. അപ്പോൾ എന്താ സംഭവിച്ചത്, ഈ ഫ്രെയിമിൽ ഈ ഒരു പൊസിഷനിൽ ഇതിലെന്ത് പറ്റി, മാഞ്ഞ് കിടക്കാനും ഒരു വലിയൊരു അളവിലും നമ്മൾ ചെയ്തിട്ട് ഇതിനെ കീ ചെയ്ത് വെച്ചു. ഇനി നമ്മൾ അടുത്ത 2 സ്റ്റെപ്പ് കൂടി ഇങ്ങനെ നീക്കുക. അപ്പോൾ ഈ ഒരു പ്രതിമ കുറച്ചുകൂടി താഴോട്ട് വന്നു. താഴോട്ട് വരുമ്പോൾ എന്ത് ചെയ്യണം, ഷാഡോ തെളിഞ്ഞ് വരണം. അതിനായിട്ട് ഇവിടെ ഷാഡോ സെലക്ട് ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമ്മൾ വെറുതെ ഈ ഒപ്പാസിറ്റി ഒന്ന് ശക്കലം ഒന്നിങ്ങനെ കൂട്ടി നോക്കിയേ. കൂട്ടുമ്പോൾ തന്നെ കൂട്ടിയിട്ട് വിടുമ്പോൾ ഇവിടെ കണ്ടോ, കീ ഫ്രെയിം ഓട്ടോമാറ്റിക്കായിട്ട് എനേബിൾ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് ഇനി കീ ഫ്രെയിം നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഇനി എത്ര അളവ് മാറ്റിയാലും തന്നെ കീ ഫ്രെയിം വീണുകൊണ്ടേയിരിക്കും. കാരണം ആദ്യം ഒരു തവണ നിങ്ങൾ കീ സെറ്റ് ചെയ്തത് കൊണ്ടാണ് ഇത് ഇങ്ങനെ നടക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൂമും കൂടി കുറച്ചൊന്ന് കുറയ്ക്കുകയാണ്. ശകലം ഒന്ന് കുറയ്ക്കുമ്പോൾ അത് ബാക്കിലോട്ട് പോകും. അതിന് നിങ്ങൾ ഈ വൈ ഉപയോഗിച്ച് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരിക കേട്ടോ. ഇങ്ങോട്ട് കൊണ്ടുവരികയാണ്. ഓക്കെ, ഇത്രയും കൊണ്ടുവന്നിട്ട് ഇനി അടുത്ത 2 സ്റ്റെപ്പ് കൂടി നമ്മൾ ഇതിനെ ഇങ്ങനെ നീക്കി നോക്കുവാണ്. ഓക്കെ, ഇത്രയും ഇറക്കി. ഇനി നമ്മൾ കുറച്ചും കൂടി ഒപ്പാസിറ്റി ഒന്ന് കൂട്ടി കൊടുക്കുവാണ്. ശക്കലോടെ ഒപ്പാസിറ്റി കയറ്റി. ഇനി നമ്മൾ ഒരു 2 സ്റ്റെപ്പ് കൂടി നമുക്ക് ഇറക്കാം. എന്നിട്ട് വീണ്ടും ഒപ്പാസിറ്റി നല്ല രീതിയിൽ കൂട്ടുവാണ് ഞാൻ. ഓക്കെ, ഈ സമയത്ത് നമ്മൾ ഈ ഒരു പൊസിഷനും കൂടി കുറച്ചൊന്ന് മാറ്റുക, ഇങ്ങോട്ട് കൊണ്ടുവന്നു. ശകലം കൊണ്ടുവന്നു കേട്ടോ, ശകലം വ്യത്യാസം വരുത്തിയാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെയും കീ ഓക്കെ ആയി. ഇനി കുറച്ചുകൂടി 2 സ്റ്റെപ്പ് കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ കുറച്ചും കൂടി ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ശകലം മതി കേട്ടോ, ഒരു പൊട്ടിക്കാനൊക്കെ ആവും. എന്നിട്ട് ഒപ്പാസിറ്റി ശകലോടെ കൂട്ടുകയാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ കുറച്ചുകൂടി താരുന്നു. ഇനി അടുത്ത സ്റ്റെപ്പിൽ അവിടെ ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ഈ ഒരു സ്റ്റെപ്പിൽ നമ്മൾ കുറച്ചുകൂടി ഇങ്ങോട്ടാക്കുക. എന്നിട്ട് ഒപ്പാസിറ്റി ഫുള്ളും കൂട്ടി കൊടുക്കുക. അടുത്ത സ്റ്റെപ്പിൽ ഇത്രയായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ശകലവും കൂടി ഈ ഒരു പൊസിഷൻ ഇങ്ങോട്ടാക്കുക. കണ്ടോ, കുറച്ചുകൂടി പൊസിഷൻ ഇങ്ങനെ ആക്കുക. അടുത്തൊരു സ്റ്റെപ്പിൽ ഇതങ്ങ് ഫുള്ള് മാഞ്ഞു പോട്ടെ. കാരണം പ്രതിമ ഇവിടെ അങ്ങ് ഇരിക്കും. പിന്നെ ബാക്കിലോട്ടുള്ള ഷാഡോ നമ്മൾ കണ്ടില്ലെങ്കിലും വലിയ വിഷയം വരത്തില്ല. ഓക്കെ, അടുത്ത സ്റ്റെപ്പിലൂടെ ഇരുന്നു. ഇനി നമ്മളിവിടെ പൊസിഷൻ ഒന്നും ചെയ്യാനില്ല. ഇനി നമുക്കൊന്ന് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഒന്നുകൂടി നോക്കുകയോ. കറക്റ്റായിട്ട് ഷാഡോ അവിടെ വന്നിട്ടുണ്ട്. ഇനി നിങ്ങളിത് കുറേ ടൈം ഇതിൻ്റെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ചുകൂടി പെർഫെക്ഷൻ കൂട്ടിക്കൊണ്ടേ വരാം കേട്ടോ. ഇനി വേണമെങ്കിൽ ഇവിടെ കുറച്ച് പുകയൊക്കെ തെറിച്ചു പോകുന്ന കണക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പൊട്ടിത്തെറിക്കുന്ന കണക്കൊക്കെ നിങ്ങൾക്ക് എഫക്റ്റ് ഒക്കെ കൊണ്ടുവരാം. അതൊക്കെ നിങ്ങൾ ടൈം എടുത്ത് ഇതേ കണക്ക് ഇപ്പം നമ്മൾ ഈ ഷാഡോ ചെയ്തില്ലേ, ഇതേപോലെ നിങ്ങൾക്ക് അതും ഫ്രെയിം ചെയ്ത് ആഡ് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി നോക്കുക. ഓക്കെ, ഇത്രയും ചെയ്തു. ഇനി നമുക്ക് ഇതിനൊരു മ്യൂസിക് കൂടെ കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു ഗുമ്മ കിട്ടും കേട്ടോ. ഞാൻ അതിനായിട്ട് ഈ മ്യൂസിക്കിൻ്റെ ഈ ഒരു ഓഡിയോ ഭാഗം ഒന്ന് പൊക്കി വയ്ക്കുകയാണ് ഇങ്ങനെ. എന്നിട്ട് നമ്മളിവിടെ നിങ്ങൾക്കറിയാം സിനിമാറ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഫോൾഡർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൽ
ഇവിടെ കുറേ ഉണ്ട്. ഇതിൽ ഞാൻ ഒരെണ്ണം നോക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു ആദ്യം കിടക്കുന്ന മ്യൂസിക് ഇതിന് ആപ്റ്റ് ആയിരിക്കും. ഇത്രയും ഭാഗം മതി. ഈ ഒരു ഭാഗമാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ. അത് മാത്രം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. പിൻ സെലക്ട് ചെയ്യുന്നു, കുറച്ചൊന്നിങ്ങനെ നീക്കി വെച്ചിട്ട് പോയിം സെലക്ട് ചെയ്യുന്നു. നമുക്ക് ബാക്കി ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം ആവശ്യമുള്ളത് എടുക്കാം കേട്ടോ. എന്നിട്ട് പതുക്കെ വലിച്ചുകൊണ്ട് വന്ന് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും താഴെയായിട്ട് പ്ലേസ് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഓഡിയോയുടെ സ്റ്റാർട്ടിംഗ് ഭാഗത്ത് ഈ ഒരു പൊസിഷനിൽ ഞെക്കിയിട്ട് ഈ ഒരു പോയിന്റ് ഇങ്ങനെ വലിക്കുമ്പോൾ ഇതെന്ത് പറ്റും, പതുക്കെ സൗണ്ട് പതുക്കെ ബ്ലെൻഡായിട്ട് പ്ലേ ആവും, ഫെയ്ഡായി പതുക്കെ വരും. നമ്മൾ പ്ലേ ചെയ്ത് നോക്കാം. അതിൻ്റെ ഇടയിൽ ഈ ഒരു വന്ന് വീഴുന്ന ഈ എഫക്റ്റ് കുറച്ചൊന്ന് ചെറുതായി പോയിട്ടുണ്ട്, സൗണ്ട് കേൾക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അത് മാത്രം ഒന്ന് ശകലോടൊന്ന് കൂട്ടി കൊടുക്കുക. ഇങ്ങനെ ശക്കലൊന്ന് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ അത് മതി. ഇത് ഞാൻ സിമ്പിളായിട്ട് കാണിച്ചു തരുന്നതാണ്. ഇത് ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾ കുറേ ടൈം ഇതിൽ സ്പെൻഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇതിനേക്കാൾ പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിന് വേറൊരു ആപ്ലിക്കേഷൻ്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതിൽ തന്നെ സിമ്പിളായിട്ട് അത് ചെയ്തെടുക്കാമെന്നുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ ഈ താഴെ ഇട്ടിരിക്കുന്ന ഈ ഒരു ഇമേജ് ഇല്ലേ, പ്ലെയിൻ ആയിട്ടുള്ള ഈ ഒരു ഇമേജ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയുടെ കൂടെ മൂവ് ചെയ്യുന്ന കണക്ക് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് കുറച്ചുകൂടെ ടൈം എടുക്കും. അപ്പോൾ ഇത് ഇത്രയും സിമ്പിളായിട്ട് മനസ്സിലാക്കുക. നമുക്കൊരു ഒബ്ജക്റ്റ് ഒരു വേറൊരു ഫ്രെയിമിലോട്ട് വന്ന് വീഴുന്ന ഒരു എഫക്റ്റ് എങ്ങനെ സിമ്പിളായിട്ട് നമുക്ക് ഡാവിഞ്ചി റിസോൾവ് ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇനി നമുക്കിതിന് കുറച്ച് കളർ ഗ്രേഡോട് ചെയ്യാം. കളർ ഗ്രേഡോട് ചെയ്തിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അതിനായിട്ട് നമ്മളുടെ കളർ പേജിലോട്ട് പോവുക. അതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യുക. നിങ്ങളിപ്പം ഇത് കുറേ സെക്ഷൻ ചെയ്തിട്ടിരിക്കുകയാണ്, അതുകൊണ്ട് ഓരോന്നായിട്ട് കളർ ചെയ്യാൻ നിൽക്കേണ്ട. അതിന് മുമ്പായിട്ട് ഈ കാണുന്ന എല്ലാം സെലക്ട് ചെയ്യുക. അതിനായിട്ട് എന്ത് ചെയ്യണം, Ctrl A പ്രസ് ചെയ്താലും മതി, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വലിച്ചിങ്ങനെ സെലക്ട് ചെയ്താലും മതി. ഇപ്പം ഞാൻ Ctrl A പ്രസ് ചെയ്തു, എല്ലാം സെലക്ട് ആവുന്നു. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ മുകളിലായിട്ട് ന്യൂ കോമ്പൗണ്ട് ക്ലിപ്പ് എന്നുള്ളത്, ഇത് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഈ ട്രിക്ക് പറഞ്ഞിട്ടുള്ളതാണ്, എന്താണ് ഇതിൻ്റെ ഉപയോഗം എന്നുള്ളത്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും പേര് കൊടുക്കാം. ഞാനിപ്പോൾ ആ കിടക്കുന്ന പേര് എന്നോട് കിടക്കട്ടെ. എന്നിട്ട് ക്രിയേറ്റ് ക്ലിക്ക് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് പറ്റി, ഈ കിടന്ന എല്ലാ ഫയലിലും കൂടി ഒരൊറ്റ വീഡിയോയും ഒറ്റ ഓഡിയോ ആയിട്ട് കൺവേർട്ടായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് നമുക്ക് എപ്പോൾ വേണോ വീണ്ടും അഴിച്ച് പണിയാൻ പറ്റും. അത് ഞാൻ മുമ്പത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ. അപ്പം നമുക്കിപ്പോൾ ഒറ്റ ക്ലിപ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. എന്ന് പറഞ്ഞ് ഒരു ഇതും മാറി കാണത്തുമില്ല കേട്ടോ. അതേ കണക്ക് അവിടെ കാണും. കണ്ടല്ലോ, എല്ലാം അവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ നേരെ കളർ പേജ് എടുക്കുവാണ്. കളർ പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോഡ് കാണാൻ പറ്റും. ഇതാണ് നോഡ് എന്ന് പറയുന്ന സാധനം. ഇതിൽ നിങ്ങളിവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഡ് നോഡ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ആഡ് സീരിയൽ എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പുതിയൊരു നോഡ് വന്നിട്ടുണ്ടാവും. ഇതിലാണ് നമ്മൾ ഇനി കളർ ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ഇവിടെ ലറ്റ്സ് ഉണ്ടാവും. ഈ ലറ്റ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിനകത്ത് നമുക്ക് നേരെ ഇവിടെ നിന്നൊരു ലറ്റ് പിടിച്ചാൽ ഇട്ട് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ലറ്റ്സ് സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അതിൽ വലിച്ചിട്ട് പോകാം. അതേ നോക്കി, ഈ ഒരു ലറ്റ് കൊള്ളാം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, ആ ലറ്റ് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ലൈ ലറ്റ് ടു കറണ്ട് നോഡ് എന്നൊരു ഓപ്ഷൻ വരും. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്ത് പറ്റി, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതിൽ അപ്ലൈ ആയല്ലേ. ഇതിൽ ആ ഒരു സംഭവം അപ്ലൈ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിസേബിൾ ചെയ്ത് നോക്കാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. കണ്ടല്ലോ, അത് അപ്ലൈ. ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും ഒരു വിഗ്നെറ്റ് പോലെ ഒരു എഫക്റ്റ് കൂടെ കൊടുക്കാം. അതായത് ചുറ്റും ഒരു ബ്ലാക്ക് എഫക്റ്റ് കൂടി നമുക്ക് കൊടുക്കാം. അതിനായിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഒറിജിനൽ നോഡിൽ വരിക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ആഡ് നോഡ് കൊടുക്കുക. അതിനകത്ത് ആഡ് സീരിയൽ അല്ലെങ്കിൽ Alt S പ്രസ് ചെയ്താലും മതി. അപ്പോൾ പുതിയൊരു നോഡ് വന്നിട്ടുണ്ട്. ഇതാണ് ആ പുതിയ നോഡ്. ഇതിനകത്ത് നമ്മൾ ആ ഒരു വിഗ്നെറ്റിൻ്റെ എഫക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ താഴെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഈ കളർ വീൽസ് കാണും. കളർ വീലിൽ ഈ ഗെയിൻ എന്ന് പറയുന്നത് കണ്ടോ, ഇതിനെ പിടിച്ച് പതുക്കെ ഒന്ന് ഇങ്ങനെ ലെഫ്റ്റിലോട്ട് തിരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കുറയ്ക്കുമ്പോൾ കളർ വീൽ കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഡാർക്ക് ആവുന്ന കാണാം. എന്നിട്ട് ഇവിടെ ഹൈലൈറ്റ് താഴെ കാണും. അതുകൂടി ഞാൻ ശകലം ഒന്ന് കട്ട് ചെയ്യുകയാണ്. നിങ്ങളുടെ ഇമേജിനനുസരിച്ച് നിങ്ങൾക്കിത് വ്യത്യാസം വരും കേട്ടോ. എന്നിട്ട് ഇപ്പോൾ കുറച്ച് ഡാർക്കായി. നമുക്ക് നേരത്തെ ഇരുന്നത് ഇതുപോലെ ബ്രൈറ്റ് ആയിട്ടാണ്, അത് നമ്മളൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വിഗ്നെറ്റ് ആയിട്ട് സൈഡിൽ മാത്രം മതി. അതിനായിട്ട് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ്, സിമ്പിളായിട്ട് ഇവിടെ വിൻഡോ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഈ സൈഡിൽ കാണും. അതിൽ ക്ലിക്ക് ചെയ്യുക.
അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് കാണും. അതിനകത്ത് ഈ റൗണ്ട് കണ്ടോ, ഇതങ്ങ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത ഉടനെ ബാക്കിയെല്ലാം വെളുത്തിട്ട് ഈ നടുക്ക് മാത്രം ആ ഒരു കറുത്ത കളറിൻ്റെ എഫക്റ്റ് വന്നല്ലേ. അതിനെന്ത് ചെയ്യണം, ഈ റൗണ്ടിൻ്റെ തൊട്ട് നേരെയായിട്ട് ഈ രണ്ടാമതൊരു ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് കണ്ടല്ലോ, അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ തിരിച്ചാവും. എന്നിട്ട് എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഇതിനെ പിടിച്ച് ഇങ്ങനെ വലുതാക്കി വെക്കുക. വലുതാക്കി വെച്ചിട്ട് ഈ ഒരു റോസ് കളറിലുള്ള ഒരു കുത്തുകൾ കണ്ടോ, ആ പോയിന്റ് പിടിച്ചൊന്ന് വലുതാക്കുക. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ഫെദർ. നമ്മൾ അതിപ്പോൾ പിടിക്കാതെ ഞാൻ കാണിച്ചു തരാം. ഒന്ന് ക്ലോസ് ആക്കി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതൊന്ന് ഹൈഡ് ചെയ്ത് നോക്കി കണ്ടോ, ഇങ്ങനെ കിടക്കും. ഈ സൈഡൊന്നും ഫെദർ ആവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, അതിന് ഈ ഒരു റോസ് ബട്ടണിൽ ഞെക്കിയിട്ട് അതിൻ്റെ ഒരു പോയിന്റ് ഞെക്കി ഇങ്ങനെ വലിക്കും തോറും ഈ സൈഡ് അത്രയും ഫെദർ ആയിക്കൊണ്ടേയിരിക്കും. കണ്ടല്ലോ, അത് നല്ലോണം ഒന്ന് വലിച്ചു വയ്ക്കുക. എന്നിട്ട് ഈ ഒരു നീല ഡോട്ടിൽ പിടിച്ച് ഇങ്ങനെ വലിച്ചിട്ട് കുറച്ച് ഇങ്ങനെ ഒന്ന് സെൻറ്റർ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഇപ്പം ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതൊന്ന് മായ്ച്ച് കാണിച്ചു തരാം. ഇവിടെ ഞെക്കിയാൽ മതി, കണ്ടോ വിഗ്നറ്റ് വേണോ. ഇത്ര സിമ്പിളായിട്ട് മൊത്തത്തിൽ ഞാനൊരു വിഗ്നറ്റ് ഇട്ടിട്ടുണ്ട്. ഇത്ര പരിപാടിയുള്ളൂ, ഞാൻ ഇത്ര ചെയ്യുന്നുള്ളൂ. കളർ ഗ്രേഡിങ് കൂടുതൽ പറയുന്നില്ല. ഇനി നമുക്ക് എഡിറ്റ് പേജിലോട്ട് പോവാം. എഡിറ്റ് പേജിൽ പോയിട്ടൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, സെറ്റ്. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കിയത്. നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റ് എന്തൊക്കെയായാലും ഇടണം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ, ടാറ്റ.